ഹായ് ഫ്രണ്ട്സ്, വളരെ സന്തോഷമായിരിക്കുന്നേ. ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ എന്ന് പറയുന്നത്, അതായത് കാനഡയിലേക്ക് അതായത് PR എടുത്തോ അല്ലെങ്കിൽ ഏതൊരു വിസയും എടുത്തു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഏജൻസിയെയും ആശ്രയിക്കാതെ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാതെ അനാവശ്യമായിട്ടുള്ള അതായത് പൈസ ചെലവില്ലാതെ അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക പ്രോസസ്സിംഗ് ഒന്നും ഡിലേ വരാതെ നമ്മൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് എങ്ങനെ കാനഡയിൽ വന്നു ചേരാമെന്നുള്ള അത് ഞങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2012 ഞങ്ങൾ കുടുംബമായിട്ട് അതായത് കാനഡയിലെ അതായത് ഫ്രഞ്ച് സംസാരിക്കുന്ന പ്രൊവിൻസായ ക്യൂബക് ഇമിഗ്രേഷൻ ആ സമയങ്ങളിൽ ധാരാളം ആളുകൾ അതായത് PR എടുത്ത് പോകുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളും കുടുംബമായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഞങ്ങൾ ആ സമയത്ത് അതായത് ഫ്രഞ്ച് പഠിച്ചു. അതായത് ഫ്രഞ്ച് അന്നത്തെ സമയത്ത് അതായത് A2 ലെവൽ മതിയായിരുന്നു. A2 ലെവൽ വരെ പഠിച്ചു. IELTS എടുത്തു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻസുമായിട്ട് എല്ലാവരെ പോലെ തന്നെ ഞങ്ങളും എറണാകുളത്തുള്ള ഒരു ഏജൻസിയെ പോയി ഞങ്ങൾ സമീപിച്ചു. അങ്ങനെ ഏജൻസി പറഞ്ഞതനുസരിച്ച് അതായത് വിതിൻ 1 മന്തിനുള്ളിൽ ഞങ്ങൾ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസും അവർക്ക് കൊടുക്കാനുള്ള ആദ്യ ഗഡുവും അതോടൊപ്പം തന്നെ കനേഡിയൻ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള IRCCക്ക് കൊടുക്കാനുള്ള അതായത് DD വരെ എടുത്ത് ഞങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 6 മാസമായിട്ടും ഞങ്ങളുടെ ഫയൽ നമ്പറോ യാതൊരു കാര്യങ്ങളും അതായത് വന്നില്ല. ഞങ്ങൾ മാത്രമല്ല, ഒരു ബഞ്ച് ഓഫ് ആളുകൾ അതായത് വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു ആ സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ഏജൻസിയെ പോയി സമീപിച്ചിട്ട് ഞങ്ങളെപ്പോൾ തന്നെ ചെയ്തത്. 6 മാസമായിട്ട് യാതൊരു അപ്ഡേഷനും വരാത്തത് കൊണ്ട് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഏജൻസി വിളിക്കാൻ തുടങ്ങി. പല ആളുകളും നേരിട്ട് ചെന്നു. എന്നിട്ടോ അതായത് പിന്നീട് അവർ ശരിക്കും പറഞ്ഞ ഫോൺ എടുക്കാറായി. അവർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെപ്പളപ്പെടേണ്ട കാര്യമില്ല, എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതായത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. കാരണം ഞങ്ങൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഫയൽ നമ്പർ പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ക്യൂബക് ഇമിഗ്രേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അന്നും ഇന്നും അവർ പറയുന്ന മാക്സിമം പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 9 മാസമാണ്. എന്നാൽ 1.5 വർഷമായിട്ടും അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫയൽ നമ്പറോ യാതൊരു അപ്ഡേഷന് വരാതിരിക്കുകയും പല ആളുകൾ വളരെയധികം അവരോട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അത് പെട്ടെന്ന് ഞങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടി ഒരു വലിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ആ മീറ്റിംഗ് വെച്ചാണ് അവരൊരു സത്യം പറയുന്നത്. അതായത് ഇത്രയും ആളുകളുടെ അതായത് ആപ്ലിക്കേഷൻസ് എല്ലാം അവർ അയച്ചു കൊടുത്ത ഇവിടെയുള്ള കാനഡയിലുള്ള ഒരു ലോയർക്ക് അയച്ചു കൊടുത്തത്. പക്ഷേ ആ ലോയർക്ക് ശരിക്കും പറഞ്ഞ ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പം ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്രോസസ്സിംഗ് നടത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ആ ലോയറിൽ നിന്ന് മറ്റൊരു ലോയറിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മാറ്റണം. അപ്പം പുതിയ ലോയറിലേക്ക് മാറ്റാൻ ആവശ്യമായ നിങ്ങളുടെ എല്ലാവരുടെയും കൺസെൻറ്റ് വേണം, സൈൻ വേണം. അല്ലെങ്കിൽ പുതിയ ലോയർക്ക് കൊടുക്കാനുള്ള പവർ ഓഫ് അറ്റോർണിയിൽ എല്ലാവരും ഒപ്പിടണം. അപ്പം പുതിയ കോൺട്രാക്റ്റ് പ്രകാരം പഴയ ലോയറുടെ ഫീസല്ല. അപ്പം അതനുസരിച്ച് വീണ്ടും അവർക്ക് അഡീഷണൽ പൈസയും നമ്മൾ കൊടുക്കണം അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞ ദേഷ്യവും സങ്കടവും എല്ലാം വരും. അതായത് പല ആളുകളും എണീറ്റ് നിന്ന് അവരോട് ചൂടായി. പക്ഷേ അവർ പറഞ്ഞു അതായത് നിങ്ങൾക്ക് പ്രോസസ്സിങ് മുന്നോട്ട് പോകണോ നിങ്ങൾ ഒപ്പിട്ട് തരിക അല്ലേ. എല്ലാവരും അന്ന് അവിടെ വന്നവരെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ആളുകളും തന്നെ സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ അതായത് പുതിയ ലോയറിലേക്ക് ഞങ്ങൾ വന്നതിന് ശേഷം ഏകദേശം ഒരു 3 മാസമൊക്കെ ആകാറായപ്പോൾ ഞങ്ങളുടെ ഫയൽ നമ്പർ വന്നു കേട്ടോ. പക്ഷേ ആ ഒരു ഫയൽ നമ്പർ വന്നപ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമായിരുന്നു, ആശ്വാസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു നഷ്ടപ്പെട്ട സമയങ്ങളൊക്കെ നമ്മളങ്ങ് വിട്ടു. എന്നാൽ അതിനുശേഷം വീണ്ടും അടുത്ത ഏകദേശം 1 വർഷമായിട്ടും യാതൊരു അപ്ഡേഷനും ഞങ്ങളുടെ ഫയലുമായി ബന്ധപ്പെട്ട് അതായത് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആളുകളെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയി. ഞങ്ങളെല്ലാം വീണ്ടും അവരെ നമ്മൾ അത് വിളിക്കാൻ തുടങ്ങി. അതും ഈ പറഞ്ഞ പോലെ കാനഡയിലുള്ള മറ്റൊരു ലോയറായിരുന്നു. അങ്ങനെ 9 മാസം കൊണ്ട് നടക്കേണ്ട കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ.
നമ്മുടെ തെറ്റുകൊണ്ടാണോ അല്ലേ? അതായത് അവർ വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് ഇത്രയും ആളുകളുടെ 1.5 വർഷത്തെ വിലപ്പെട്ട സമയവും നഷ്ടപ്പെടുത്തിയിട്ട് അവർ നമ്മളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ് അവരുടെ ലോയർക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ വീണ്ടും അടുത്തൊരു വർഷം കൂടെ നമുക്ക് വീണ്ടും നഷ്ടപ്പെട്ടു. മൊത്തം ഒരു 2.5 വർഷം. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നത് 9 മാസമാണ് പ്രോസസ്സിങ് ടൈം അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ പൈസയും കൊണ്ട് കൊടുത്ത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്ത് നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, എന്താണെങ്കിലും നമ്മളുടെ ഫയൽ സ്റ്റാറ്റസ് നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇവരെ വിളിച്ചിട്ടൊട്ടും അവരൊരു റിപ്ലൈ തരുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ അതായത് IELTSഉം ഫ്രഞ്ചും ഒക്കെ പഠിച്ചെടുത്ത് പരിചയപ്പെട്ട ഒരു കുടുംബം. അവർ ഞങ്ങളെല്ലാവരും ഏജൻസി ത്രൂ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചപ്പോഴും ആ കുടുംബം റിസ്ക് എടുത്ത് സ്വന്തമായിട്ട് അവർ ഡയറക്റ്റ് ഇമിഗ്രേഷൻ ചെയ്യാനായിട്ട് അവർ ശരിക്കും പ്ലാൻ ചെയ്തു. അവരങ്ങനെ അവരുടെ ഫുൾ ഡോക്യുമെൻ്റ് അതായത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ചെക്ക് ലിസ്റ്റ് പ്രകാരം അതായത് DD ഒക്കെ എടുത്ത് ഫുൾ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് എല്ലാം എടുത്ത് അവർ ഡയറക്റ്റ് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട്, നീ അതായത് റിസ്ക് എടുക്കുവാണ്, കാരണം ഇത്രയും പൈസ നീ അവിടെ നിന്ന് അയക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതായത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആരോടാണ് ചോദിക്കുന്നല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകല്ലേ? അതുകൊണ്ടാണ് നല്ല പങ്കും ആളുകളും അങ്ങനെ ഒരു പണിക്ക് പോകാതെ ഇങ്ങനെയുള്ള ഏജൻസികളെ സമീപിക്കുന്നല്ലേ. പക്ഷേ അല്ലേ അവരയച്ചു 1 മാസത്തിനുള്ളിൽ അവർക്ക് അവരുടെ ഫയൽ നമ്പർ വന്നു. അതായത് ഗവൺമെൻറ് പറഞ്ഞതുപോലെ തന്നെ 9 മാസമാണ്, എന്നാൽ 8 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ CSQ അതായത് CSQ എന്ന് പറയുന്നത് സെലക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ക്യൂബക്കിലേക്ക് പോകണമെങ്കിൽ ക്യൂബക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് എക്സ്പ്രസ് എൻട്രിയിൽ ഒന്നും അതായത് അവരതിനകത്ത് വരത്തില്ല. അവരൊരു സ്പെഷ്യൽ കാറ്റഗറി ഇമിഗ്രേഷൻ ആണ്. ആ പ്രൊവിൻസിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആദ്യം നമ്മൾ സെലക്റ്റഡ് ആകണം. അതിനുള്ള സർട്ടിഫിക്കറ്റാണ് CSQ സെലക്ഷൻ സർട്ടിഫിക്കറ്റ്. അതിനുശേഷമാണ് PR നമ്മളെ സ്റ്റാമ്പ് ചെയ്ത് ഡയറക്റ്റ് PR തന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആ കുടുംബം 8 മാസത്തിനുള്ളിൽ PR കിട്ടി, സെലക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി, അവർ ഫാമിലി ആയിട്ട് ക്യൂബക്കിലേക്ക് പോയി. അങ്ങനെയാണ് അതായത് നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു കുടുംബത്തെ ഞങ്ങൾ ഓർത്തത്. അതായത് കാനഡയിൽ പോയപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, വിളിക്കാറുണ്ടായിരുന്നു. അതായത് ഞാൻ അവരോട് അതായത് IRCയുടെ നമ്പർ അതായത് വാങ്ങിച്ചു. അങ്ങനെ നമുക്കറിയാമല്ലേ, അതായത് ഇവിടുത്തെ സമയവും ഇന്ത്യയിലെ സമയം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ അതായത് പാതിരാത്രിയിൽ പല ദിവസങ്ങളും ട്രൈ ചെയ്തിട്ടാണ് IRC ഫൈനലൊന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ അതായത് ഫയൽ നമ്പർ ചോദിച്ചു. ഫയൽ നമ്പറും അതായത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ചോദിച്ചു. അവർ നമ്മുടെ ഫയൽ എടുത്തു. ഫയൽ എടുത്തപ്പോഴത്തേക്കിനാണ് അവർ ആ ഫയൽ ഒരു കാര്യം കണ്ടത്. അതായത് അവർ നമ്മളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളോട് നിങ്ങളുടെ ഫയൽ സ്റ്റാറ്റസ് പറയാനായിട്ട് സാധിക്കത്തില്ല, കാരണം നിങ്ങൾ പവർ ഓഫ് അറ്റോർണി മറ്റൊരു തേർഡ് പാർട്ടിക്ക് അതായത് നിങ്ങളുടെ ലോയർക്ക് നിങ്ങൾ എഴുതി കൊടുത്തിരിക്കുക. അപ്പം അദ്ദേഹത്തോട് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഫയലിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കിന് ഞങ്ങൾ അവരോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇത്രയും അങ്ങോട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ അതായത് ഒരു ഓപ്ഷനുണ്ട്. അതായത് അന്നാണ് അവർ ഞങ്ങളോട് പറയുന്നത്, IRCക്ക് എപ്പോഴും ഡയറക്റ്റ് ആപ്ലിക്കൻറ്റിനോട് അതായത് ക്ലയൻറ്റിനോട് നേരിട്ട് സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവർക്ക് താല്പര്യം. പക്ഷേ ഞങ്ങൾ അതായത് ഈ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊരു ഫോം അയച്ചു തരും. ഓക്കെ, ആ ഫോമിൻ്റെ അകത്ത് നിങ്ങൾ അതായത് റിക്വസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പം നിലവിലുള്ള ഞങ്ങളുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആർക്കാണോ പവർ ഓഫ് അറ്റോർണി കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ വിഡ്രോ ചെയ്യുവാണ്. ഇന്ന് മുതൽ ഞങ്ങൾ IRCC-യുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് നിലവിലുള്ള നിങ്ങളുടെ ലോയറുടെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് അവരുടെ അഡ്രസ്സ്, ലൈസൻസ് നമ്പർ എല്ലാം കാണിച്ചിട്ട് അവർക്കൊരു ഇമെയിൽ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇമെയിൽ അയച്ചു. ഇമെയിൽ അയച്ചതിൻ്റെ അതായത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് അതായത് ഫുൾ ഡീറ്റെയിൽസ്, നമ്മളുടെ ഫയലിൻ്റെ സ്റ്റാറ്റസ്, എന്തുകൊണ്ടാണ് നമ്മളുടെ ഫയല് ഇത്രയും ഡിലേ വന്നത്, അത് അവരതിനകത്ത് വ്യക്തമായി എഴുതിയ ഒരു കാര്യമായിരുന്നു. 9 മാസം മുമ്പ് നമ്മളുടെ ഫയൽ നമ്പർ കിട്ടിയതിന് ശേഷം അവർ ഏതോ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അതായത് ഇവരോട് ചോദിച്ചു.
പക്ഷേ അവരതിന് നമുക്കൊരു റിപ്ലൈ തരുമോ, അവരങ്ങനൊരു സംഭവം പോലും അവർ ശ്രദ്ധിച്ചിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ അതുകൊണ്ട് നമ്മളുടെ ഫയൽ വരെ റിജക്റ്റ് ആകാമായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തോന്നിയത് കൊണ്ടാണ് അതിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ് രക്ഷപ്പെട്ടത് കേട്ടോ. അപ്പം ഈ വിവരം നമുക്ക് നമ്മുടെ ഏജൻസിയെ അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഏജൻസിയെ വിളിച്ചു. അവരെ വിളിച്ചപ്പോഴത്തേക്കിനാണ് അവർ പറയുന്നത്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോയറെ വിളിക്കാൻ പറഞ്ഞ് ലോയറുടെ നമ്പർ തന്നു. ലോയറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കിനാണ് ലോയർ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെയൊന്നും വിഡ്രോ ആകാൻ പറ്റത്തില്ല. നിങ്ങൾ വിഡ്രോ ആയാൽ നിങ്ങളുടെ ഫയലെ ഞങ്ങൾ ഫ്ലാഗ് വെക്കും. അതായത് ഫ്ലാഗ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും കാനഡയിൽ നിങ്ങൾക്ക് അതായത് വരുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി വരും അല്ലേ. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ വലിയ വലിയ ആൾക്കാരെ ലോയേഴ്സാണ്, അതായത് നമ്മളുടെ ഭാവി വെച്ച് എങ്ങനെ കളിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും പിറ്റേ ദിവസം രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ IRCCയെ ഞങ്ങൾ വിളിച്ചു കേട്ടോ. വിളിച്ചപ്പോഴത്തേക്കിനാണ് അതായത് അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴത്തേക്കിനാണ് അവർ നമ്മളോടൊരു കാര്യം പറയുന്നത്, യു ആർ ദ കാൻഡിഡേറ്റ് ആൻഡ് യു ഹാവ് ദ റൈറ്റ് ആൻഡ് പവർ ഓഫ് അറ്റോർണി നിങ്ങളൊരു തേർഡ് പാർട്ടിക്ക് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ ഒരു പേപ്പർ എങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് തന്നെ അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. എപ്പം വേണേലും ആ ഒരു പവർ ഓഫ് അറ്റോർണി വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനിയും ഏതെങ്കിലും തരത്തിൽ അതായത് ലോയേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അത് IRCCയെ നിങ്ങൾ എവിഡൻസ് സഹിതം നിങ്ങൾ അത് ധരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോയറുടെ ലൈസൻസെ വരെ ബാധിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ അന്നു മുതൽ ഞങ്ങളുടെ അതായത് പ്രോസസ്സിങ് അതായത് വളരെ ഫാസ്റ്റായിരുന്നു. നമ്മൾക്ക് ഏത് കാര്യത്തിനും സംശയം ഉണ്ടെങ്കിലും നമ്മളൊരു ഇമെയിൽ അയച്ചാൽ വിതിൻ 48 hours നമുക്കവർ റിപ്ലൈ തന്നിരിക്കും. അങ്ങനെ ശരിക്കും 8 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സെലക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. ഞങ്ങളുടെ ഓൾ ഫാമിലിക്കുള്ള PR വന്നു. അങ്ങനെ സന്തോഷത്തോടെ അതായത് 2016 നവംബറിലാണ് ഞങ്ങൾ അതായത് ക്യൂബക്കിൽ ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, 2012 ഞങ്ങളുടെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കുന്നത് ഏജൻസിയിൽ അല്ലേ. നീണ്ട 4 വർഷക്കാലം ഞങ്ങളുടെ നഷ്ടമായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇനിയും കാനഡയിലേക്ക് PR എടുത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ, അതോടൊപ്പം തന്നെ ഏതൊരു വിസ പ്രോസസ്സിങ്ങിൽ കൂടെയാണെങ്കിലും നിങ്ങൾ കഴിവതും നിങ്ങൾ ഡയറക്റ്റ് IRCCയുമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ധാരാളം പണവും നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് കഴിയും. എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അപ്ഡേഷനോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്കത് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരും. നൗ ഐ ആം സൈനിങ് ഔട്ട്, റെക്സി ജോയ്. ബൈ.